കാനഡയിലേക്ക് വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചുകൊണ്ടിരുന്നൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റേ ബാക്ക് തന്നെയാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് എന്നത് അറിയപ്പെടുന്നു. നമുക്കറിയാം, ഒരു വർഷത്തെ പഠനത്തിന് ശേഷം ഒരു വർഷം കൂടി ഇവിടെ നിൽക്കാനുള്ള സൗകര്യം, അല്ലെങ്കിൽ 2 വർഷത്തെ പഠനത്തിന് ശേഷം 3 വർഷം കൂടി നിൽക്കാനുള്ള സൗകര്യമൊക്കെ എലിജിബിൾ ആണെങ്കിൽ ഇവിടെ ലഭിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഈ സമയങ്ങളിൽ പല പല മാറ്റങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം കനേഡിയൻ ഇമിഗ്രേഷൻ മിനിസ്ട്രിയിൽ നിന്നും ഒരു സർവേ ഡോക്യുമെൻ്റാണ്. അത് പല പ്രോവിൻസുകളിലേക്കും ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും അയക്കുകയുണ്ടായി. ഈ ഡോക്യുമെൻ്റ് ഇപ്പോൾ പബ്ലിക്കലി അവൈലബിൾ ആണ്. പല ന്യൂസ് ചാനലുകളിലും അതോടൊപ്പം തന്നെ പത്രമാധ്യമങ്ങളിലും ഇത് അവൈലബിൾ ആണ്. ഞാനൊരു IRCC കൺസൾട്ടൻ്റ് അല്ല, ഞാൻ ഒരു ഫ്രീലാൻസ് വ്ളോഗറാണ്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ പേരൻസും പിന്നെ PR-ലൊക്കെ ഇവിടെ വന്നിട്ടുള്ളവരുടെ പേരൻസൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്കിത് പാനിക് ആവേണ്ട ഒരു കാര്യമല്ല എന്ന് ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ പറയുന്നു. ഇതൊരു സർവേ ആണ്, ഒരു നിയമമല്ല, അല്ലെങ്കിൽ അപ്ഡേറ്റ് അല്ല. ഇതൊരു ഡിസ്കഷൻ മാത്രമാണ്. 8 ക്വസ്റ്റ്യൻസ് ആണ് മിനിസ്ട്രി ഇപ്പോൾ ഈ ഏജൻസികളോട് ചോദിച്ചിരിക്കുന്നത്. ഏജൻസികളെന്ന് പറഞ്ഞാൽ കോളേജുകളോടും അതോടൊപ്പം തന്നെ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റുകളോടുമാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യനുകളിലോട്ടൊന്ന് കിടക്കാം. നമുക്ക് കീ ക്വസ്റ്റ്യൻസുകളിലോട്ടൊന്ന് കിടക്കാം. അതിൽ പ്രധാനമായിട്ടും 8 ക്വസ്റ്റ്യൻ ആണുള്ളത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ മലയാളത്തിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം, അത് നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇഫ് PGWP എലിജിബിലിറ്റി were restricted based solely on occupations in shortage and corresponding programs of study, which occupations should be included based on the needs in your area? Please indicate if there are any occupations in shortage that should have been reflected in the mapping document along with rationale. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കോളേജ് ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഏതൊക്കെയാണുള്ളത്, അവിടെ ജോബ് ഷോർട്ടേജ് ഏതൊക്കെയാണുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കോളേജിനോട് ചോദിച്ചിരിക്കുന്നത്. സാധാരണ എല്ലാ പ്രോഗ്രാംസും ഇവിടെ ഡിസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് സർവേ നടത്തിയ ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ എത്ര സലൂൺസ് ഉണ്ടെന്ന് നോക്കുന്നു. അപ്പോൾ ആ സലൂൺസിൽ എത്ര ആളുകൾ വരുന്നുണ്ടെന്ന് നോക്കുന്നു. അവിടെ എത്ര ബാർബേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കുന്നു. അങ്ങനെയാണ് ഓരോ കോഴ്സും ഇവിടെ ഡിസൈൻ ചെയ്യുന്നത്. ഇനി നമുക്കറിയാം, കൺസ്ട്രക്ഷൻ മേഖലയാണെങ്കിൽ വീടുകളുടെ കൺസ്ട്രക്ഷൻ, അതിൽ എത്ര പേരെ ആവശ്യമുണ്ടെന്ന് നോക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ ചെയ്യുന്നു. അതാണ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തത്, what if any cohorts should be exempted from these changes, such as francophone students or graduate degree programs or others? അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫ്രാങ്കോഫോൺ എന്ന് പറയുമ്പോഴേക്കും ഫ്രഞ്ച് സംസാരിക്കുന്നവർ. ഫ്രഞ്ച് എന്ന് പറയുന്നത് കാനഡയുടെ ഒഫീഷ്യൽ സെക്കൻഡ് ലാംഗ്വേജ് തന്നെയാണ്. അപ്പോൾ അതിന് വളരെ അധികം ഡിമാൻഡുള്ളതാണ്. നമുക്കറിയാം, പല സ്പെഷ്യൽ കാറ്റഗറി ഡ്രോസിലും ഇത് വരാറുണ്ട്. പിന്നെ ഗ്രാജുവേറ്റ് ഡിഗ്രീസ് പ്രോഗ്രാംസിനോടും പറ്റിയും ഇത് ചോദിച്ചിട്ടുണ്ട്. അടുത്തതാണ്, should international students be required to demonstrate proof of a job offer aligned with the occupational shortage list in order to hold a PGWP beyond 1 year? അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം, US-ലൊക്കെ എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ ശേഷം അവിടെ സ്റ്റുഡൻസ് തന്നെ പോയി ഒരു ജോലി സംഘടിപ്പിച്ചാലേ ഉള്ളവർക്ക് വിസ എക്സ്റ്റൻഷൻ അവിടെ കിട്ടുകയുള്ളൂ. അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് ഇതും ചോദിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്കതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ജസ്റ്റ് ഒരു സർവേ ആണ് നടത്തുന്നത്. ഇത് കോളേജസ് ഒപ്പീനിയൻ കൊടുക്കണം, പ്രൊവിൻസുകളും ഒപ്പീനിയൻ കൊടുത്താലേ ഉള്ളത് അപ്രൂവ് ആക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. അടുത്തത്, should any other eligibility criteria, language, provincial support, etc., apart from a job offer be applied to PGWP holders seeking to extend their permit past 1 year? അപ്പോൾ മറ്റ് സപ്പോർട്ടുകളും വേണമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ PAL എന്ന് പറയുന്നത് പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇപ്പോൾ കോളേജുകൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റും ഇതുപോലെ തന്നെ ലെറ്റേഴ്സ് ഇവിടുന്ന് വേണ്ടി വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, ശ്രദ്ധിച്ച് കേൾക്കുക. വാട്ട് ഈസ് യുവർ വ്യൂ ഓഫ് അപ്ലൈയിങ് ദീസ് ലേബർ മാർക്കറ്റ് ബേസ്ഡ് ചേഞ്ചസ് ടു PGWP എലിജിബിലിറ്റി ടു ഓൾ ഗ്രാജുവേറ്റ്സ് അപ്പോൺ അനൗൺസ്മെൻറ്റ് ദിസ് ഇയർ റാദർ ദാൻ ഗ്രാൻഡ് ഫാദറിങ് സ്റ്റുഡൻസ് ഹു ആർ ഓൾറെഡി സ്റ്റഡിങ് ഇൻ കാനഡ അറ്റ് ദ ടൈം ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ? ഇതിലാണ് ആളുകൾ ഏറ്റവും കൂടുതൽ പാനിക്കായിട്ടുള്ളത്. അതായത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഈ ചേഞ്ചസൊക്കെ ബാധകമാക്കണമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാൻഡ് ഫാദറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഡെഫിനേഷനും കൂടെ ഞാനിവിടെ കൊടുത്തേക്കാം. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയും പിന്നെ അതോടൊപ്പം തന്നെ വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. എ ഗ്രാൻഡ് ഫാദർ ക്ലോസ്
also known as grandfather policy, grandfathering, or being grandfathered in, is a provision in which an old rule continues to apply to some existing situations while a new rule will apply to all future cases. അതായത് പഴയ റൂൾ തന്നെ കണ്ടിന്യൂ ചെയ്യണമോ അതോ പുതിയ റൂൾ വന്നു കഴിയുമ്പോഴേക്കും പഴയ റൂൾ മാറ്റിയിട്ട് പുതിയതാക്കണമോ എന്നുള്ള ക്വസ്റ്റ്യനാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ്സ് ഞാൻ മുന്നോട്ടും തരുന്നതായിരിക്കും. അടുത്ത 3 ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കി കഴിയുമ്പോഴേക്കും ഹൗ ഓഫൺ ഷുഡ് ദ ഒക്യുപ്പേഷണൽ ഷോർട്ടേജ് ലിസ്റ്റ് ബി റിവൈസ്ഡ് ആൻഡ് വാട്ട് പോയിൻറ്റ് ദെയർ ആഫ്റ്റർ ഷുഡ് ഇറ്റ് ബി അപ്ലൈഡ് ടു സ്റ്റുഡൻസ് ഹൂ സ്റ്റഡി ഈസ് അണ്ടർ വേ. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ആ പഠനവും അതോടൊപ്പം തന്നെ ഈ ഒക്യുപ്പേഷണൽ ലിസ്റ്റും അതാണ് അടുത്തൊരു കാര്യമെന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് ഡു ചേഞ്ചസ് ടു PGWP being explored align with the profile of candidates you'd like to remain working in your jurisdictions in the long term. ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടന്നു കഴിയുമ്പോഴേക്കും ഈസ് യുവർ PNP പൊസിഷൻഡ് ടു ഓഫർ എ വയബിൾ പാത്വേ ടു പെർമനൻറ്റ് റെസിഡൻസ് ഫോർ ഇൻ്റർനാഷണൽ ഗ്രാജുവേറ്റ്സ് വിത്ത് ജോബ് ഓഫേഴ്സ് ഇൻ ദീസ് കീ സെക്ടേഴ്സ്? Are there any gaps between the labor market needs you have identified and your PNP's existing streams? Will any PNP stream amendments be required to ensure they remain responsive to graduates and PGWP holders in specific occupations? Example, regulated occupations. PNP എന്ന് പറയുമ്പോൾ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം. നമുക്കറിയാം കഴിഞ്ഞ ദിവസമൊക്കെ പല സമരങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് അതിനൊരു ഉദാഹരണമാണ്. അവിടെ നടന്നിട്ടുള്ള സമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീറ്റെയിൽ സെക്ടർ അല്ലെങ്കിൽ ഫുഡ് സെക്ടറിലായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ ജോലികളിപ്പോൾ ലഭ്യമല്ല. അത് PNPകളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് വരുന്നിട്ടുള്ളത്. ഇപ്പോൾ ഓരോ പ്രോവിൻസിലെയും പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാംസും അതോടൊപ്പം തന്നെ ജോബ് സെക്ടർ കണക്ഷനുമാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവായിട്ട് ഡിസ്കസ് ചെയ്തത്. ഈ 8 കീ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ പ്രൊവിൻസുകളിലേക്കും പിന്നെ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പല സർവേ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഉള്ള സമയങ്ങളിൽ വരും. അതിനുശേഷം നമുക്ക് എന്താണ് അപ്ഡേറ്റ് എന്ന് മുന്നോട്ട് കാണാം. ഇനി നാട്ടിൽ നിന്ന് വരാനിരിക്കുന്ന കുട്ടികളും പിന്നെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുമൊക്കെ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ കൊടുത്തേക്കാം. നമുക്ക് ലൈവ് സെഷൻ വരുന്നുണ്ട്. അതിൽ ഞാൻ കമൻറ്റുകളൊക്കെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആഴ്ചയും ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.